ആദ്യ അപ്ഡേറ്റ് തന്നെ ട്രെയിലർ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആദ്യ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് നിമിഷം ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ വാർത്തകൾക്കായിട്ട്. ആദ്യ സിനിമ വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ റാം ചരൻ്റെ വരാൻ പോകുന്ന സിനിമയാണ് പെടി എന്ന സിനിമ. പടത്തിൻ്റെ ട്രെയിലർ ഈ വരുന്ന മെയ് 18 റിലീസ് ചെയ്യാൻ പോവുകയാണ്. എ റഹ്മാൻ മ്യൂസിക്കാണ്, ഡയറക്ഷൻ ബുജ് ബാബു സെനയാണ്. മെയ് മാസം 1 ജൂൺ മാസം 4 പടം വേൾഡ് വൈഡ് റിലീസ്. നായികയായിട്ട് ജവനി കപൂറൊക്കെയാണ്. എന്തെങ്കിലും ട്രെയിലറിനായിട്ട് കാത്തിരിക്കും നമുക്ക് മെയ് 18 നമ്മുടെ വിജയ് ദേവരങ്കോണ്ടിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ വീഡീഷ് അതുപോലെ തന്നെ ഷൗരവ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി സിനിമ വരുന്നുണ്ട്. എന്തെങ്കിലും പടത്തിന് ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമയിലെ മ്യൂസിക് നമ്മുടെ ഹഷിം അബ്ദുൽ വഹീബ് ആയിരിക്കും. നമ്മുടെ ഹൃദയം സിനിമേൻ്റെ കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ വിജയ് ദേവരങ്കോണ്ടിൻ്റെ ഈ ഒരു സിനിമയ്ക്കായിട്ട്. അങ്ങനെ ഇന്ന് അതിരടി എന്ന സിനിമ റിലീസിന് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് പ്രീമിയർ ഷോസൊക്കെ ഓൾമോസ്റ്റ് പെയ്ഡായിട്ട് ഇന്നലെ തന്നെ 6:30 ഉണ്ടായിരുന്ന പലയിടങ്ങളിലുമായിട്ട് സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കാണാൻ സാധിക്കുന്നത്. ഈവൻ ഇന്നലെയോടെ ആയിരുന്നു വൈകുന്നേരം സിനിമയുടെ ട്രെയിലർ തന്നെ പുറത്തിറക്കി വിട്ടത്. എന്തായാലും ട്രെയിലർ ആണെങ്കിലും സിനിമയുടെ റെസ്പോൺസ് ആണെങ്കിലും തൂക്ക് തന്നെയാണ്. കണ്ടവർ മറക്കാതെ പടത്തിൽ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് തുടക്കം സിനിമേൻ്റെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. ഇന്നലെ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ അനൗൺസ്മെൻറ്റ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ. എന്തായാലും പടം ഈ വരുന്ന ജൂൺ എന്നല്ല ഓഗസ്റ്റ് 7 പടം റിലീസ് വരുന്നത്, നമ്മുടെ തുടക്കം എന്ന സിനിമ. എന്തായാലും പടത്തിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ച് ഇവൻറ്റിൽ തന്നെയാണ് പടത്തിൻ്റെ റിലീസ് ഡേറ്റ് വ്യക്തമായിട്ട് റിവീലാക്കിയത്. അങ്ങനെ മറ്റൊരു സൂപ്പർ ഹീറോ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. കോസ്മിക് സാംസൺ. എന്തായാലും കോസ്മിക് സാംസൺ എന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പല ഭാഷകളിലായിട്ടാണ് റിലീസ്. എന്തായാലും പടം ഈ വരുന്ന 2026 ഒക്ടോബർ ആയിട്ടാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സാണ് സിനിമ നിർമ്മിക്കുന്നത്. അഭിജിത്ത് ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകളുടെ ഒരു നിർമ്മാതാക്കളെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കാർത്തിൻ്റെ വരാൻ പോകുന്ന സിനിമേൻ്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് അടുത്ത സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന മാഡ് എന്ന സിനിമേൻ്റെ ഡയറക്ടറായ കല്യാൺ ശങ്കറാണ്. എന്തായാലും 10 ദിവസത്തെ ഷെഡ്യൂളാണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. മീനാക്ഷി ചൗധരിയാണ് സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും സിനിമേൻ്റെ പ്രൊഡക്ഷൻ ഹൗസായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കാർത്തിൻ്റെ ഈ ഒരു സിനിമേൻ്റെ ഷൂട്ടിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കൽക്കി 2 എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ പ്രഭാസ് സിനിമയിൽ അങ്ങനെ ഫൈനലായിട്ട് സിനിമേൻ്റെ സെറ്റിലോട്ട് ജോയിൻ ആയിരിക്കുകയാണ്. കൽക്കി 2 98 AD എന്ന സിനിമേൻ്റെ 2ാം ഭാഗത്തിൻ്റെ. എന്തായാലും സിനിമേൻ്റെ ആദ്യ ഭാഗം ഷൂട്ടിംഗ് ഹൈദരാബാദിലാണ്. ഇപ്പോൾ എന്തായാലും സിനിമേൻ്റെ ഷൂട്ട് ഏപ്രിൽ മാസത്തോടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. 2027 ഗ്രാൻഡ് ആയിട്ടായിരിക്കും പടം ഡിസംബർ റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. റൂമേഴ്സ് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ദീപിക പദുക്കോളുടെ റോള് സായി പല്ലവിയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് സിനിമ ടീമിൻ്റെ ഭാഗത്തു നിന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രഭാസിൻ്റെ ഇരുവമ്പൻ സിനിമയ്ക്കായിട്ട് നമ്മുടെ കൽക്കി 2898 AD എന്ന സിനിമേൻ്റെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സർവ്വമയം സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ഒത്തുകൂടൽ വരാൻ പോവുകയാണ് നിവിൻ പോളി അഖിൽ സത്യൻ കോംബോ. എന്തായാലും കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയെ സർവ്വമായ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി വീണ്ടും ഡയറക്ടറായ അഖിൽ സത്യനായിട്ടൊരു സിനിമ വരാൻ പോവുകയാണ്. സിനിമയുടെ തിരക്കഥ ചെയ്യാൻ പോകുന്ന അൽത്താഫ് സലീമാണ്. എന്തായാലും പടത്തിന് ലൊക്കേഷൻ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമേൻ്റെ റൈറ്റർ. എന്തായാലും ലൊക്കേഷൻ നിലവിൽ കേൾക്കാൻ സാധിക്കും രാജസ്ഥാൻ എന്നാണൊക്കെയാണ്. എന്തോ ഒരു വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത്. നിവിൻ പോളിൻ്റെ ആടുജീവിതമാണ് ഇനി കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക്. അങ്ങനെ നമ്മുടെ ഐ ആം ഗെയിം സിനിമേൻ്റെ ഡബ്ബിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പെപ്പേൻ്റെ ഡബ്ബിങ്ങും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിലവിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ മിസ്കിൻ്റെ ഡബ്ബിങ് കംപ്ലീറ്റ് ആയി. പെപ്പേൻ്റെ ഡബ്ബിങ്ങും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സിനിമേൻ്റെ ഭാഗത്ത്. എന്തായാലും നിഹാസ് ഹിദായത്തിൻ്റെ ഒരു അടിപൊളി കംബാക്ക് തന്നെയാണ് RDX സിനിമയ്ക്ക് ശേഷം. എന്തായാലും പടം ഈ വരുന്ന ഓഗസ്റ്റ് 20 റിലീസ് പ്ലാൻ ചെയ്യുന്ന ഓണം പ്രമാണിച്ച് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ദുൽഖർ സൽമാൻ്റെ ഗ്രാൻഡ് എൻട്രിക്കായിട്ട്. നമ്മുടെ ധനുഷിൻ്റെ 55ാമത്തെ സിനിമേൻ്റെ ഭാഗത്ത് നിന്നൊരു ബർത്ത്ഡേ പോസ്റ്ററും സിനിമ ഷൂട്ടിംഗ് അപ്ഡേറ്റും ലഭിച്ചിട്ടുണ്ട്. സായി പല്ലവിൻ്റെ പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ ഭാഗത്ത് നിന്നൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മ്യൂസിക് സായി അഭ്യങ്കറാണ്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമയിൽ സംവിധായകൻ. പടം നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഷൂട്ടിങ്ങിന് ബാക്കിയുള്ള 40-45 ദിവസത്തെയാണ്. എന്തായാലും മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതാണ് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ. എന്തായാലും നല്ലൊരു പോസ്റ്ററാണ് സായി പല്ലവിൻ്റെ പിറന്നാൾ ദിനത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയതും അതുപോലെ തന്നെ സിനിമേൻ്റെ അപ്ഡേറ്റും ഷൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന്. അടുത്ത അപ്ഡേറ്റ് ബാലൻ ദ ബോയ് എന്ന സിനിമേൻ്റെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. പടം നിലവിൽ കഴിഞ്ഞ ദിവസമാണ് ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തത്. KVN പ്രൊഡക്ഷൻ ഹൗസാണ് സിനിമ നിർമ്മിക്കുന്നത്. സുഷിൻ ശ്യാമാണ് സിനിമയിൽ മ്യൂസിക്. ജിത്തു മാധവനാണ് സിനിമേൻ്റെ റൈറ്റർ. ഡയറക്ഷൻ നമ്മുടെ ചിദംബരമാണ്. നല്ലൊരു കാസ്റ്റും നല്ലൊരു ക്രൂ മെമ്പേഴ്സുമാണ് കാണാൻ സാധിക്കുന്നത് ഈ സിനിമയിൽ. എന്തായാലും പടം ഈ വരുന്ന ജൂൺ മാസമാണ് റിലീസ്, ജൂൺ 19. എന്തായാലും കാത്തിരിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ബാലൻ ദ ബോയ് എന്ന സിനിമേൻ്റെ റിലീസിനായിട്ട്.
നമ്മുടെ ടൊവിനോ തോമസ് അതുപോലെ തന്നെ നസ്രിയ ഫഹദൊക്കെ അഭിനയിച്ച് വരാൻ പോകുന്ന സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. സിനിമ ഷൂട്ട് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. KL പത്ത് എന്ന സിനിമയുടെ സംവിധായകനായ മൂസിൻ പാറിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. സുഷിൻ ശ്യാമാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എൽ കാസിക്കോ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായ ടൈറ്റിൽ റിവീൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ദൃശ്യം 3 സിനിമേൻ്റെ തന്നെയാണ്. പടത്തിൻ്റെ റൺ ടൈം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ 39 മിനിറ്റ് 30 സെക്കൻഡാണ് സിനിമേൻ്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് UA/A സർട്ടിഫിക്കറ്റുമാണ് ലഭിച്ചത്. പടം ഈ വരുന്ന മെയ് 21 വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ദൃശ്യം എന്ന സിനിമേൻ്റെ 3ാം ഭാഗം. എന്തായാലും ജോർജ് കുട്ടീൻ്റെ ഒരു ബിഹൈൻഡ് സീൻസും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ ട്രെയിലർ, ടീസർ, അതുപോലെ തന്നെ സിനിമേൻ്റെ പ്രീ സെയിൽ എല്ലാ രീതിയിലും സിനിമേൻ്റെ പ്രൊമോഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമേൻ്റെ റിലീസിനായിട്ട് മെയ് 21.